പ്രിയപ്പെട്ടവരെ, ഇത് ഉയർപ്പുകാലം 7-ാം ഞായറാഴ്ചയാണ്. ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 44 മുതൽ 53 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈ ഭാഗത്ത് പ്രധാനമായും ലൂക്കാ സുവിശേഷൻ വിവരിക്കുന്നത് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ശ്ലീഹന്മാർക്ക് നൽകുന്ന പ്രബോധനവും പിന്നീട് സ്വർഗാരോഹണവുമാണ്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈശോ അവരെ സമാശ്വസിപ്പിക്കുകയാണ്. ഈശോയുടെ വേർപാടിൽ, ക്രൂശീകരണത്തിൽ, സംസ്കാരത്തിൽ അവർക്കുണ്ടായ അത്യഗാധമായ ദുഃഖം അത് ഈശോ ദൂരീകരിക്കുകയാണ്. എഴുന്നേൽപ്പിന് ശേഷവും ആ ദുഃഖം ശിഷ്യന്മാരുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്നതിന് ഈശോ വിശദീകരണം നൽകുകയാണ്. നോക്കൂ, ഇങ്ങനെയെല്ലാം എഴുതപ്പെട്ടിരുന്നല്ലോ, അതെല്ലാം പൂർത്തീകരിക്കേണ്ടതായിരുന്നല്ലോ. അപ്പോൾ ഈശോ ഒന്നുകൂടെ അവർക്കത് വിശദീകരിച്ച് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് അതിനുശേഷം ഈശോ പറയുന്നു, നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. എന്നിട്ട് ഈശോയുടെ രക്ഷാകര കർമ്മത്തിന്റെ കാമ്പ്, പാപമോചനത്തിലുള്ള അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം ലോകമെങ്ങും പ്രസംഗിക്കുവിനെന്ന് പറയുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ താമസിക്കുവിൻ. നഗരം എന്ന് പറയുന്നത് ജെറുസലേമാണ്. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുക എന്ന് പറയുന്നത് പന്തക്കുസ്താ ദിനമാണ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ 50-ാം ദിവസം പരിശുദ്ധാത്മാവ് ശ്ലീഹന്മാരുടെ മേൽ ആഗതമാകുന്ന ആ മഹത്തായ സംഭവത്തെക്കുറിച്ചാണ് ഈശോ സൂചിപ്പിക്കുന്നത്. അതുവരെ ജെറുസലേമിൽ തന്നെ തങ്ങുക എന്ന് പറയുന്നു. കാരണം ജെറുസലേം പ്രധാനപ്പെട്ട സ്ഥലമാണ്. പഴയ നിയമപ്രകാരം പ്രവാചകന്മാരെ എല്ലാം വധിച്ച സ്ഥലമാണ് ജെറുസലേം. സമാധാനത്തിന്റെ നഗരം എന്ന് പറഞ്ഞ് അറിയപ്പെട്ടിരുന്ന നഗരം പക്ഷേ ഏറ്റവും വലിയ അസമാധാനത്തിന്റെ നഗരമായി നിലനിൽക്കുന്നു. പക്ഷെ അവിടെയാണ് ഈശോ ക്രൂശിക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നത്. അവിടെ നിന്നാണ് സഭ ആരംഭിക്കുന്നത്. അതിനാൽ തന്നെ എല്ലാ നിയമങ്ങളും, പ്രവാചക ഗ്രന്ഥങ്ങൾ, നെബിം, കെത്തുബിം, തോറ, ഇതെല്ലാം മോശയുടെ നിയമവും പ്രവാചകന്മാരും സങ്കീർത്തനവും എന്ന് ഈശോ പറയുന്നു, അതെല്ലാം അവിടെ തന്നെ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ പഴയ നിയമം പൂർത്തീകരിക്കപ്പെടുകയും പുതിയ നിയമത്തിന്റെ തുടർച്ചയായിട്ട് സഭ ആരംഭിക്കുകയും ചെയ്യേണ്ടത് ജെറുസലേമിൽ നിന്നാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് ശക്തി ധരിക്കുവിൻ, അവിടെ തന്നെ വസിക്കുവിൻ എന്ന് പറയുന്നത്. ശക്തി ധരിച്ചിട്ട് പിന്നീട് പാപമോചനത്തിനുള്ള ജ്ഞാനസ്നാനം, സന്ദേശം, അത് ജെറുസലേമിൽ നിന്ന് ആരംഭിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നൽകപ്പെടണം എന്ന് ഈശോ പറയുന്നത്. ഉയർത്തെഴുന്നേൽപ്പിന്റെ 40-ാം ദിവസം പിന്നീടുള്ള ഭാഗം സ്വർഗാരോഹണമാണ്. സ്വർഗാരോഹണത്തെക്കുറിച്ച് അല്പമായിട്ടെങ്കിലുമുള്ള വിവരണങ്ങൾ നൽകുന്നത് ലൂക്കാ സുവിശേഷകനാണ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ 40-ാം ദിവസം ബഥനിയായിക്കടുത്തുള്ള ഒലിവുമലയിൽ വെച്ചാണ് ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നത്. ആ കാര്യം പറയുകയാണ്. അതിനുശേഷം പറയുന്നു, അവർ സന്തോഷത്തോടുകൂടെ പോയി അവർ സദാസമയം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ തങ്ങി. നോക്കുക, ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുന്നത് ദേവാലയത്തിൽ നിന്നാണ്. സ്നാപയോന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പോടെ ആരംഭിക്കുന്നു, അത് ദേവാലയത്തിൽ തന്നെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദേവാലയ കേന്ദ്രീകൃതമായിട്ടുള്ള ആത്മീയ ജീവിതത്തെക്കുറിച്ചുകൂടെ ലൂക്കാ സുവിശേഷകൻ പരോക്ഷമായി സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഭാഗത്തിൽ ഇതിൻ്റെ പശ്ചാത്തലങ്ങളെല്ലാം ഇതാണ്. ഇതിൻ്റെ പ്രായോഗികതയിലേക്ക് നമ്മൾ വന്നാൽ, പ്രിയപ്പെട്ടവരെ നോക്കൂ, പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ച് ഈശോ പറയുന്നു. അതിനുശേഷം വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: നമുക്ക് വിശുദ്ധ ലിഖിതങ്ങൾ വേണ്ട രീതിയിൽ ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ടോ? സുവിശേഷം വേണ്ട രീതിയിൽ നാം ഗ്രഹിക്കുന്നുണ്ടോ? സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? സഭയെ മനസ്സിലാക്കുന്നുണ്ടോ? എന്തിന് ഈശോയെ തന്നെ നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ മൃതസംസ്കാര ശുശ്രൂഷയിൽ പള്ളിയിൽ നിന്ന് സെമിത്തേരിയിലേക്ക് മൃതശരീരം സംഭവിക്കുന്ന സമയത്ത് പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ: തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ ഞങ്ങൾക്കിനിയും കഴിവില്ലേതും. ഈ വിശുദ്ധ ലിഖിതങ്ങൾ വായിച്ച് വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് നമ്മൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ പേരാണ് ഒരു വീഡിയോ കണ്ടത് ഓർക്കുകയാണ്. യുവജനങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ ആ വീഡിയോ പിടിക്കുന്ന ആള് നടക്കുകയാണ്. ക്രിസ്ത്യാനികളാണ് എല്ലാവരും. അവരോട് ചോദിക്കുകയാണ്,
നിങ്ങൾക്ക് ഈശോയുടെ ഒരു 5 ഉപമ പറയാനാകുമോ? പക്ഷെ അവരെല്ലാം പരാജയപ്പെട്ടു പോവുകയാണ്. സുവിശേഷം വേണ്ട രീതിയിൽ ഗ്രഹിക്കാത്ത, വായിക്കാത്ത ആളുകളുടെ എണ്ണം കൂടുന്നു. നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ ജീവമന്ന എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അത് ബൈബിൾ അപ്പോസ്തലേറ്റിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത് നോക്കുക. തിരുലിഖിതങ്ങൾ അത് വായിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യുന്ന മനോഹരമായ കാര്യം. അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. തിരുലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ക്രിസ്ത്യാനിറ്റിയുടെ അനന്യത, സുവിശേഷത്തിൻ്റെ അനന്യത, അതിൻ്റെ മൂല്യമൊക്കെ മനസ്സിലാക്കാൻ, അത് പറയാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് നമ്മൾ ഓർക്കുക. അതിനുശേഷം ഈശോ പറയുന്നു, പാപമോചനത്തിലുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച എല്ലാ ജനതകളും നൽകപ്പെടണം. സുവിശേഷം എന്ന് പറയുന്ന അനുതാപമാണ്. അനുതാപത്തിലേക്കുള്ള ക്ഷണമാണ് എന്നുള്ളതാണ്. അതാണ് ലോകത്തിന് കേൾക്കുന്ന വലിയ സന്തോഷ വാർത്ത. ഏത് തെറ്റിൽപ്പെട്ടവനാണേലും തിരിച്ചു വരാമെന്നുള്ളത് ക്രിസ്തുവിൻ്റെ ഗ്യാരണ്ടി അതാണ്. പശ്ചാത്തപിക്കുന്ന, അനുതപിക്കുന്ന ഒരു പാപിക്ക് രക്ഷയുണ്ട് എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ ഗ്യാരണ്ടി. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ക്രൈസ്തവ ഭവനത്തിൽ ജോലി നോക്കുന്ന ഒരു മധ്യവയസ്കനാണ്. അയാൾ എൻ്റെ അടുത്ത് വന്നത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം വളരെയധികം നിരാശനാണ്. അദ്ദേഹം ആ വീട്ടിൽ അവിടുത്തെ അമ്മയോട് പറഞ്ഞു, എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണം, എനിക്കൊന്ന് നന്നാകണം. മുഴുക്കുടിയനാണ്. ഭാര്യ ഉപേക്ഷിച്ചു പോയി. കുടുംബത്തിൽ അപ്പനും അമ്മയും എല്ലാമാണ്. അങ്ങനെ അതിൻ്റെ പിടിയിൽപ്പെട്ടിട്ട് ഒരു ദിവസം അയാൾ ആത്മഹത്യ ചെയ്യാനായിട്ട് തുടങ്ങിയാണ്. ആ സമയത്താണ് ദൈവാനുഗ്രഹത്താൽ ഈ നിന്ന വീട്ടിൽ നിന്നൊരു ഫോൺ വരുന്നു. അങ്ങനെ അയാൾ ആ ഉദ്യമത്തിൽ നിന്ന് മാറുകയാണ്. അദ്ദേഹത്തോട് 1.5 മണിക്കൂറോളം, ഹൈന്ദവനാണ്, 1.5 മണിക്കൂറോളം നേരം സംസാരിച്ചു. ധൂർത്തപുത്രൻ്റെ വരവ് കാത്തിരിക്കുന്ന ആ സ്നേഹമയിയായ പിതാവാണ് ദൈവമെന്നും, അതുപോലെ വഴിതെറ്റിപ്പോയ ആടിനെ തോളിലേറ്റി സന്തോഷത്തോടെ വരുന്ന നീതിമാന്മാരെക്കാൾ പാപിയെ സ്നേഹിക്കുന്നവനാണ് ദൈവമെന്നുമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനം അദ്ദേഹം പറയാണ്, മനസ്സിൻ്റെ ഉള്ളിൽ വലിയ കല്ല് പോലെയായിരുന്നു, ഇതിപ്പോൾ വലിയൊരു സമാധാനം തോന്നുന്നു, എല്ലാ ആഴ്ചയിലും വരണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ യാത്രയാക്കിയത് ഓർക്കുകയാണ്. പാപമോചനത്തിലുള്ള അനുതാപമാണ് പ്രസംഗിക്കേണ്ടത്. ലോകമെങ്ങും അതാണ്. എന്ന് പറഞ്ഞാൽ സുവിശേഷം എല്ലാവരെയും നല്ല മനുഷ്യരാകാൻ ക്ഷണിക്കുകയാണ്. ഈ ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കാനുള്ള ക്ഷണമാണത്. എല്ലാവരും നല്ലവരാകുക. അതായിരുന്നു ആദ്യ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. ദുഷ്കർമ്മികളായിട്ടുള്ള ആൾക്കാർ, തെമ്മാടികളായി ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള മനുഷ്യരേ ഇല്ല. അത് സുവിശേഷത്തിൻ്റെ സുവിശേഷ സംസ്കാരം എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഹംഗറിയുടെ പഴയ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, എനിക്ക് ദ മോസ്റ്റ് എക്സലൻറ്റ് ഗിഫ്റ്റ് ഐ ക്യാൻ എവർ ഗീവ് ടു മൈ ഗ്രാൻഡ് ചിൽഡ്രൻ ഈസ് ദ ക്രിസ്ത്യൻ കൾച്ചർ എന്ന് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ സന്ദേശം, സംഭാവന എന്ന് പറയുന്നത് ഈ ക്രൈസ്തവ സംസ്കാരമാണ്. നന്മയുടെ, സാഹോദര്യത്തിൻ്റെ, ഹൃദയപരിശുദ്ധിയുടെ ആ സംസ്കാരമാണ്. ശത്രുതയില്ലാത്ത, വിദ്വേഷമില്ലാത്ത ആ സംസ്കാരം, എല്ലാവരെയും പാപമോചനത്തിലേക്ക് ക്ഷണിക്കുന്ന അതാണ് ലോകമെങ്ങും പ്രസംഗിക്കപ്പെടാനായിട്ട് പറയുന്നത്. ഇത് പിന്നീട് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മുടെ ചോദ്യം ഇതാണ്, ഉന്നതത്തിൽ നിന്ന് ശക്തി സംഭരിച്ചിട്ട് എന്ത് സംഭവിച്ചു? അതുപോലെ ഈ പാപമോചനത്തിലുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്ഥാനം എത്രമാത്രം ഫലപ്രദമായി, അതെല്ലാം നമ്മൾ ലൂക്കായുടെ നടപടി പുസ്തകത്തിൽ കാണുന്നുണ്ട്. അവിടെ പന്തക്കുസ്ത അനുഭവം വിവരിക്കുന്നു. അതിനുശേഷം പൗലോസ്ലീഹായുടെ ആ വലിയ മാനസാന്തരം പറയുന്നു. ലോകമെങ്ങും സുവിശേഷം എത്തിയത്, പൗലോസ്ലീഹായുടെ എത്തിയത് പിന്നീട് ഈ ഭാഗത്തിൻ്റെ ഉത്തരമെന്ന രീതിയിൽ ലൂക്കാ സുവിശേഷകൻ വിവരിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ ഓർക്കുന്നത്, കുറേ വലിയൊരു സാമൂഹിക പ്രവർത്തകൻ, അദ്ദേഹം വളരെ കരിസ്മാറ്റിക്കാരനുമാണ്, അദ്ദേഹത്തെ പരിചയപ്പെട്ടത് ഓർക്കുകയാണ്. എത്രയോ ശാന്തതയുള്ള ഒരു മനുഷ്യനാണ്, എല്ലാം നല്ല സ്നേഹം തോന്നും. പക്ഷേ കുറേ കഴിഞ്ഞാണ് മനസ്സിലാകുന്നത് അദ്ദേഹം ഒരു കൊലപാതകിയാണ്, ഒറ്റ കുത്തിന് ഒരാളെ കൊന്നയാളാണ്. ആ മനുഷ്യനാണ് മാനസാന്തരപ്പെട്ട് നല്ല ആളായിട്ട് വന്നത്, സുവിശേഷം ഗ്രഹിച്ചതിന് ശേഷം. ഇതാണ് ലോകത്തിന് സുവിശേഷം വരുത്തിയ ഏറ്റവും വലിയ മാറൽ. ജീവിക്കാൻ കൊള്ളാവുന്ന നാടായി ഈ ലോകത്തെ രൂപപ്പെടുത്തിയത് സുവിശേഷമാണ് എന്ന് നമ്മൾ തലമുറയോട് പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ പക്ഷേ അതിനുശേഷം ഈശോ പറയുന്നു, നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്.
നമ്മൾ സുവിശേഷത്തിന് സാക്ഷ്യം നൽകുന്നവരാണോ എന്ന് നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഒരു സംഘടനയുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ പറയുന്ന ആ സംഘടനയുടെ നേതാവ് തന്നെ പറയുന്നതാണ്, ഈശ്വര അനുഗ്രഹം കൊണ്ട് ഇതെല്ലാം. നോക്കുക, എത്ര കഷ്ടമാണ്. ഈശോയുടെ അനുഗ്രഹം, അല്ലെങ്കിൽ നമ്മൾ എന്തുമാത്രമാണ് ഓവർ സെക്കുലറൈസേഷൻ ഭയങ്കരമായിട്ടുണ്ടാകുന്നു. ഈശോ എന്ന് പോലും പറയാനായിട്ട് നമ്മുടെ ഭക്തസംഘടനകളുടെ ആൾക്കാർക്ക് പോലും സാധിക്കാതെ വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിക്കുമ്പോൾ ഒരു ബൈബിൾ വചനമെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? എത്രയോ ഇതാണ്. ആ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ വി.ഡി. സതീശൻ്റെ, ഇപ്പോഴത്തെ നിയുക്ത മുഖ്യമന്ത്രിയുടെ ഒരു പുസ്തകം ഇറങ്ങുന്നുണ്ട്, ആദം നീ എവിടെയാണ്. 32ഓളം ബൈബിൾ പ്രഭാഷണങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ്. മറ്റ് മതസ്ഥര് ഈ ബൈബിൾ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നു. നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോവുകയാണ്. നമ്മുടെ പ്രസംഗങ്ങളിലൊന്നും ഒരു ബൈബിൾ വചനങ്ങളോ സുവിശേഷത്തിൻ്റെ ഇതൊന്നും വൈദികരോ സിസ്റ്റേഴ്സോ അവരെക്കാൾ ഉപരി നമ്മുടെ മറ്റ് സാംസ്കാരിക സാമൂഹിക ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അവർ രാഷ്ട്രീയ തലങ്ങളിലൊക്കെ അവരാണ് പറയാനായിട്ട് പരാജയപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ്. അവർ പക്ഷേ അതേസമയം മറ്റു പല കാര്യങ്ങളെല്ലാം പറയും. ഓവർ സെക്കുലറൈസേഷൻ, നിങ്ങൾ എനിക്ക് സാക്ഷികളാണെന്ന്. ഗോഡ് ബ്ലസ് യു എന്ന ഒരു സ്ഥലത്ത് പറയുന്ന ഒരു വലിയ സുവിശേഷ പ്രസംഗം പറയുന്നത് കേട്ടു. ഗോഡ് ബ്ലസ് യു എന്ന് അല്ല, നമ്മൾ ശരിക്കും മേ ജീസസ് ക്രൈസ്റ്റ് ബ്ലസ് യു, ഈശോ മിശിഹ അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെ പറയണം എന്നാണ്. പല മീറ്റിങ്ങുകളിൽ നമ്മൾ ചിലപ്പോൾ നമുക്കൊരു മൗന പ്രാർത്ഥനയോടെ തുടങ്ങാമെന്ന്, ഒരു സ്വർഗസ്വനായ പിതാവ് പോലും ചെല്ലാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ ആ തരത്തിൽ നമ്മുടെ ചിന്താഗതികളൊക്കെ മാറിയിരിക്കുന്നു എന്ന് നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. അതുപോലെ നോക്കൂ, ദേവാലയ കേന്ദ്രീകൃതമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ പറയാണ്, ഒരു വലിയ തിരക്കുള്ള ഒരു നഗരത്തിലാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ അദ്ദേഹം പറയാണ്, ഞാൻ മിക്ക ദിവസങ്ങളിൽ ദേവാലയത്തിൽ പോവുകയും പ്രാർത്ഥനയൊക്കെ പങ്കുചേരുകയും ചെയ്തതുകൊണ്ട് അവിടെ നിന്ന് അദ്ദേഹത്തിന് ഒരു ട്രാൻസ്ഫർ കിട്ടിയതാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോന്നു, അല്ലെങ്കിൽ ഞാനും കൈക്കൂലിയിലും എല്ലാത്തിലും വീണുപോയേനെ എന്ന് അദ്ദേഹം പറയാണ്. ദേവാലയ കേന്ദ്രീകൃതമായ ജീവിതം. വേറൊരു ക്രൈസ്തവ സാക്ഷ്യത്തെക്കുറിച്ചും കൂടെ ഓർക്കുക. റോസമ്മ എന്ന് പറയുന്ന, ഒരു വർഷം എങ്ങാണ്ട് മുമ്പാണ്, എല്ലാ ചാനലുകളിലും വന്നതാണ്, ഒരു അന്ധയായ ലോട്ടറി വിൽപ്പനക്കാരിയാണ് കോട്ടയത്തിനടുത്ത്. അവർ ലോട്ടറി വിൽക്കുന്നു. ലോട്ടറി ചെലവാകുന്നതിന് തത്തുല്യമായ തുക പക്ഷേ അവരുടെ പേഴ്സിലില്ല. അപ്പോൾ ആരോ ഇത് മോഷ്ടിക്കുന്നു എന്ന് മനസ്സിലാക്കിയാണ്. അപ്പോൾ ചില സുഹൃത്തുക്കൾ പറഞ്ഞു, ഒരു പെൻ ക്യാമറ വയ്ക്കുക. അങ്ങനെ പെൻ ക്യാമറ വെച്ചു. അവസാനം കള്ളനെ പിടികൂടി. ആദ്യം അയാൾ നിരാകരിച്ചു, പക്ഷേ തെളിവ് സഹിതം കാണിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. അപ്പോൾ ചാനലുകളെല്ലാം അത് വാർത്തയാക്കി. അപ്പോൾ ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ റോസമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ തടയുകയാണ്. ആ സ്ത്രീ പറയാണ്, ഇല്ല, ഞാൻ പോലീസിൽ ഏൽപ്പിക്കില്ല. ഇദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി. ഇദ്ദേഹം അനുതപിച്ചു, ഇദ്ദേഹം പശ്ചാത്തപിച്ചു. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണത്? അപ്പോഴാണ് പറയുന്നത് റോസമ്മയുടെ ആ സാക്ഷ്യം, കാരണം ഞാനൊരു ക്രിസ്ത്യാനിയാണ്. എത്ര ശക്തമായ സാക്ഷ്യമാണ്! അന്ധയായ ഒരു സ്ത്രീയുടെ ശക്തമായ സാക്ഷ്യം. എന്നിട്ട് അവർ പറയാണ്, നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദരിദ്രരായിരിക്കാം, എന്നാൽ എൻ്റെ ഈശോയുടെ മുമ്പിൽ ഞാൻ സമ്പന്നയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രയൊക്കെയുള്ള സാക്ഷ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ. എപ്പോഴുമെങ്കിലും നമ്മളുമൊക്കെ പലതരത്തിലുള്ള അപജയങ്ങളൊക്കെ ഉള്ളവരായിരിക്കാം. പക്ഷേ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ നമുക്കൊരു 2 ബൈബിൾ വാക്യങ്ങളെങ്കിലും ഒക്കെ പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നിശ്ചയമായും ധ്യാനിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. Subscribe now and press the bell icon. Never miss an update.